അപ്പോൾ നാളെ മുതൽ നമ്മുടെ ഗെയിമിലേക്ക് സ്ക്വിഡ് ഗെയിം കൊളാബറേഷൻ ആരംഭിക്കാൻ പോകണം. അതിന്റെ ഭാഗമായിട്ട് ഒരു ലക്കി വീൽ ഇവന്റ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു ഡോൾ ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ബാൻഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 2 ബണ്ടിൽസ് നമുക്ക് ഏത് ഇവന്റിലൂടെയൊക്കെയാണ് വരുന്നതെന്ന് കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അതിനൊക്കെ മുമ്പ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ കാണാൻ 90% ആൾക്കാർ സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും 10% ആൾക്കാരിലാണെങ്കിൽ, നിങ്ങൾ 10%-ത്തിലാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു യൂണിവേഴ്സ് റിംഗ് ടോക്കൺ ഇവന്റ് ഇപ്പം എന്തായാലും കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗ്രോസയുടെയും UMBയുടെ സ്കിന്നാണ് മെയിൻ ആയിട്ട് കാണാൻ പറ്റും. ഒക്കെ നമ്മുടെ ഇൻക്യുബേറ്റർ ഗൺസ് ആണ്. എന്തായാലും റിട്ടേൺ വരുന്നുണ്ട് യൂണിവേഴ്സ് റിംഗ് ടോക്കൺ വഴി നമ്മുടെ ഗെയിമിന്റെ ഉള്ളിലേക്ക്. ഇത് നമ്മുടെ ഗെയിമിന്റെ ഉള്ളിലേക്ക് 15-ാം തീയതി വരുന്നതാണ് ഇപ്പോൾ കൺഫേം ആയിരിക്കുന്ന ഡേറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും 15-ാം തീയതി ഈ ഒരു യൂണിവേഴ്സ് റിംഗ് ടോക്കൺ ഇവന്റ് വരുന്നതായിരിക്കും. കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ഗ്രോസയുടെ സ്കിൻസ് ഒക്കെ ഉണ്ട്. 2-3 ഗ്രോസയുടെ സ്കിൻസ് ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ നമ്മുടെ UMBയുടെ ഗൺ സ്കിന്നൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ പർച്ചേസിൻ്റെ ഒക്കെ പർച്ചേസ് ചെയ്യുക, യൂണിവേഴ്സ് റിംഗ് ടോക്കൺ വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ഗെയിമിലേക്ക് 15-ാം തീയതി കൃത്യമായിട്ട് വരുന്നതായിരിക്കും. ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ബൈലാലോ റോക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഫെഡറൽ വീൽ ഇവന്റ് ഇപ്പോൾ കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിന്റെ ഫയലിലേക്ക് ഒരു ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്താണ് ഗെയിമിന്റെ ഉള്ളിലേക്ക് ഒരു 16-ാം തീയതി അല്ല, ഒരു 18-ാം തീയതി ആയിട്ട് നമ്മുടെ ഗെയിമിന്റെ ഉള്ളിലേക്ക് വരുന്നതാണ് ഇപ്പോൾ ലീക്സ് കിട്ടിയിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു ഇമോട്ടാണ് മെയിൻ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതേപോലത്തെ ഒരു ഫെഡറൽ വീൽ ഇവന്റ് നമ്മുടെ ഗെയിമിന്റെ ഉള്ളിലേക്ക് വരുന്ന ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്ക്വിഡ് ഗെയിമിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇപ്പോൾ എന്തായാലും 100% കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല വീട്ടിലോട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതേപോലത്തെ ഒരു ഡോൾ ബണ്ടിൽ. ഓക്കെ, നമ്മുടെ ഒരു ഫീമെയിൽ ബണ്ടിലാണ്. ഓക്കെ, ഫീമെയിൽ ബണ്ടിൽ ലൂട്ട് ബോക്സിന്റെ സ്കിന്നും അത് കാണാൻ പറ്റും. നമുക്ക് ഇതേപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നാളെ മുതൽ നമ്മുടെ ഗെയിമിന്റെ ഉള്ളിലേക്ക് ഓപ്പൺ ആകുമ്പോൾ വരാം. ഇത് നമ്മുടെ ഗെയിമിന്റെ ഉള്ളിലേക്ക് കുറച്ച് മിഷൻസ് ടാസ്ക് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ ചെറിയ മിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗെയിം കളിക്കുക, ലോഗിൻ ചെയ്യുക, പിന്നെ ഒരു 10 കില്ല് എടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഡോൾ ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു എന്നിട്ട് പറയാം നമ്മുടെ ഒരു ലൂട്ട് ബോക്സിന്റെ സ്കിന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നാളെ മുതൽ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു ഇവന്റ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, 2 നൈറ്റ് അപ്ഡേറ്റ് ആണ് പറഞ്ഞു വെച്ചേക്കാം. അപ്പോൾ 2 നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ഇതും കൂടി വരുന്നുണ്ട്. ഒരു വോയിസ് പാക്കേജ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, റെഡ് ലൈറ്റ് ആൻഡ് ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമില്ല, ഗെയിം കളിക്കാൻ നമുക്ക് ഇതേപോലത്തെ ഒരു വോയിസ് പാക്കേജ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഗെയിമിന്റെ മാപ്പിന്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഗെയിം. നമ്മൾ കളിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആ വോയിസ് പാക്കേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു ടൈം കാണിക്കും, മേലെ ടൈം ഇങ്ങനെ റൺ ആവുണ്ടാവും. ടൈമിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ അനങ്ങാണ്ട് നിൽക്കണം, ഇല്ലെങ്കിൽ അനങ്ങി കഴിഞ്ഞാൽ ഫ്രീസ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഗെയിം, നമുക്ക് അറിയാലോ. അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വോയിസ് പാക്കേജ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ലൂട്ട് അടിക്കാൻ പറ്റുന്നതായിരിക്കും. എൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ലൂട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേറൊരു ഗെയിം കൂടി നമ്മുടെ മാപ്പിൽ കാണാൻ പറ്റും. നോക്കി ഇതേപോലത്തെ ഒരു ചാടി ജമ്പ് ചെയ്യണ ഒരു ഗെയിമാണ്. ഓക്കെ, നമ്മൾ തെറ്റായ രീതിക്ക് ചാടാണെങ്കിൽ നമ്മൾ അടിയിലേക്ക് വീഴുന്നതായിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് ചാടാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരെ എത്തുന്നതായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഒരു വേറൊരു ഗെയിം. ഇത് മാപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഡാമിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റും. പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സ്റ്റാച്ചു വരുന്നുണ്ട്. ഓക്കെ, ഇതേപോലത്തെ 2 സ്റ്റാച്ചു, നമ്മുടെ ഈ ഒരു പിങ്ക് സോൾജേഴ്സ് ഒക്കെ നിൽക്കുന്ന ഒരു സ്റ്റാച്ചു. ഓക്കെ, ആ സ്റ്റാച്ചിൻ്റെ അടുത്ത് പോയി നമ്മളിങ്ങനെ തിന്നണ ആക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ലൂട്ടൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് നാളെ തന്നെ ഒരു ലോഗിൻ റിവാർഡായിട്ട് ഒരു ബാനർ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്താൽ മാത്രം മതി. 14 മുതൽ 26-ാം തീയതി വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു അടിപൊളി ബാനർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഫ്രീ ആയിട്ട് എല്ലാവർക്കും. അപ്പോൾ മെയിൻ മാറ്ററായി നമ്മുടെ ഈ ഒരു ലക്കി വീലൊക്കെ നമ്മുടെ ഡിസ്കൗണ്ടിൽ വരുന്നുണ്ട് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഈ ഒരു സ്ക്വിഡ് ഗെയിമിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിസ്റ്റർ ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ ഷോപ്പ് എന്തെങ്കിലും ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതിൻ്റെ പകരമായിട്ട് ഒരു ലക്കി വീൽ ഇവൻ്റാണ് നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് വരുന്നത് സ്ക്വിഡ് ഗെയിമിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ കാണാൻ പറ്റും 2 മാസ്ക് കാണാൻ പറ്റും. 2 മാസ്ക് എൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലൂ വാളിൻ്റെ സ്കിൻ കാണാൻ പറ്റും. ഇപ്പോൾ എന്തായാലും ഇതേപോലത്തെ 2 മാസ്ക് ഒക്കെയാണ് കാണാൻ പറ്റും. നമ്മുടെ ഒരു എന്നിട്ട് പറയുക ഒരു മാൻ്റെ ഹെഡായിട്ടുള്ള ഒരു മാസ്കും പിന്നെ ഒരു നോർമൽ മാസ്ക്. ഓക്കെ, നമ്മുടെ ഒരു കറുത്തൊരു മാസ്ക് ഇല്ല, ഒരു മാസ്കും കൂടി കാണാൻ പറ്റും ഫേസ് ആയിട്ടുള്ളത്. പിന്നെ ഗ്ലൂ വാളിൻ്റെ സ്കിൻ നമുക്ക് കാണാൻ പറ്റും. OP ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് നമുക്ക് ഡിസ്കൗണ്ടിലൊക്കെ 9 ഡയമണ്ടൊക്കെ ഡിസ്കൗണ്ട് അടിക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്ലൂ വാളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന ഡിസ്കൗണ്ടിലുള്ള സാധനങ്ങളൊക്കെ. ഡിസ്കൗണ്ടിൻ്റെ ഇവന്റ് എന്തായാലും കൺഫേം ആയിട്ടുണ്ട്. എത്രാം തീയതി വരാമെന്ന് കൺഫേം ആയിട്ടില്ല. എന്തായാലും 18-ാം തീയതി, 19-ാം തീയതി, 20-ാം തീയതി ഒക്കെ ഈ ഒരു പോസിബിൾ ഡേറ്റിലായിരിക്കും നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ഒരു മിസ്റ്റർ ഷോപ്പ് വരാമെന്നാണ് ഇപ്പോൾ ലീക്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി 2 ബണ്ടിൽസ് എന്തായാലും കൺഫേം ആയിട്ടുണ്ട്. ഏതൊക്കെ ഇവന്റിലൂടെ വരാമെന്ന് ഇപ്പോൾ 100% കൺഫേം ആയിട്ടുണ്ട്. ആദ്യത്തെ നമ്മുടെ ഈ ഒരു പ്ലേയേഴ്സ് ഇട്ട് കളിക്കുന്ന ബണ്ടിലില്ല, നീല ബണ്ടിലൊക്കെ. നീല ബണ്ടിൽ നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ഫെഡറൽ വീൽ ഇവന്റ് വഴിയായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് വരാം. അപ്പോൾ എന്തായാലും 19-ാം തീയതി അല്ലെങ്കിൽ 21-ാം തീയതി ഒക്കെ ഈ ഒരു പോസിബിൾ ഡേറ്റിലായിരിക്കും നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫെഡറൽ വീൽ ഇവന്റ് വരാമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതിൽ 1000 ഡയമണ്ടൊക്കെ എടുക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടിപൊളി ബണ്ടിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു പിങ്ക് സോൾജിയേഴ്സിന്റെ ബണ്ടിലൊക്കെ ഈ ഒരു ബണ്ടിലും പിന്നെ ഒരു ബാക്ക് പാക്കിന്റെ സ്കിന്നുള്ള ഒരു റിംഗ് ഇവന്റ് കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, 100% കൺഫേം ആയിട്ടുണ്ട് ഈ റിംഗ് ഇവന്റ്. അപ്പോൾ യൂണിവേഴ്സ് റിംഗ് ടോക്കൺ ഇവന്റ് ആണോ എന്ന് 50-50 ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കൺഫേം ആയിട്ടില്ല. പക്ഷേ റിംഗ് ഇവന്റ് വഴിക്കാണ് വരുന്നതെന്ന് ഈ ഒരു 2 ഐറ്റംസ് കൺഫേം ആയിട്ടുണ്ട്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ടോക്കൺ വഴിയായിരിക്കും വരാമെന്നാണ് ഇപ്പോൾ 50-50 ചാൻസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ വല്ല ടോക്കൺസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു റിംഗ് ഇവന്റ് വഴിയായിരിക്കും വരാമെന്നും ഉറപ്പായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ റിംഗ് ഇവന്റ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു വെച്ചേക്കാം. നമ്മുടെ ഗെയിമിൻ്റെ ഉള്ള നാളെ തന്നെ ഈ പ്ലെയിൻ്റെ സ്കിന്നൊക്കെ സ്ക്വിഡ് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഗെയിമിനുള്ളിൽ വരാൻ കുറച്ച് മാറ്റംസ് സ്ക്വിഡ് ഗെയിമിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇവന്റിൽ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, എന്തൊക്കെയാണ് എടുക്കാൻ താല്പര്യമുള്ളതെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കും. പിന്നെ നമ്മുടെ ഗെയിമിനുള്ളിൽ OB 50 അപ്ഡേറ്റ് ശേഷം വരാൻ പോകുന്ന കുറച്ച് ഐറ്റംസിൻ്റെ
അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക.